ഇന്നലെ 2 മരണമാണ് കേരളത്തിൽ സംഭവിച്ചത്. അതല്ലെങ്കിൽ 2 മരണമാണ് സ്ഥിരീകരിച്ചത്. ഒന്നാമത്തത് നമുക്കെല്ലാവർക്കും അറിയുന്ന അർജുൻ, രണ്ടാമത്തത് കേരളത്തിൻ്റെ സ്വന്തം സഖാവ് പുഷ്പൻ, ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. ഒരുപക്ഷെ ഈ 2 പേരിൽ ആരെയാണ് കേരളം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്? അതല്ലെങ്കിൽ ആരെ കാണാനാണ് കേരളം ഏറ്റവും കൂടുതൽ കൊതിച്ചത്? അതല്ലെങ്കിൽ ആര് ജീവിച്ചിരിക്കാനാണ് കേരളം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്? അർജുൻ തികച്ചും തൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ആ ലോറിയിൽ യാത്ര ചെയ്തതും അന്ന് മണ്ണിടിച്ചിലിൽ പെട്ടതും ലോറി അടക്കം ഒഴുകിപ്പോയതും. ദിവസങ്ങളോളം അവന് വേണ്ടി കേരളം കാത്തിരിക്കുകയും അവസാനം അവൻ്റെ ശരീരം ലഭിക്കുകയും ചെയ്തു, ജീവനില്ലാതെ. രണ്ടാമത്തേത് പുഷ്പൻ, ഒരുപക്ഷെ കേരളത്തിൻ്റെ ആവശ്യമെന്ന രീതിയിൽ, ഇന്ത്യയുടെ ആവശ്യമെന്ന രീതിയിൽ, ജനങ്ങളുടെ ആവശ്യമെന്ന രീതിയിൽ സമരം ചെയ്യാൻ ഒരു പാർട്ടിയോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നു. ഒരുപാട് ആളുകൾ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്ക് ഇരയായപ്പോൾ അവിടെ വെച്ച് തൻ്റെ കഴുത്തിന്റെ പിൻഭാഗത്തേക്ക് വെടിയുണ്ട ഏൽക്കുന്നു. ബോധരഹിതനായി നിലത്ത് വീണ പുഷ്പൻ പിന്നീട് കണ്ണു തുറന്നെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും എഴുന്നേറ്റിരുന്നില്ല. 24-ാം വയസ്സിൽ സംഭവിച്ച ഈ ഇൻസിഡന്റിന് ശേഷം 30 വർഷത്തോളം ഒരേ കിടപ്പിലായിരുന്നു അദ്ദേഹം. പക്ഷേ പാർട്ടിക്കാർ അയാൾക്ക് നൽകാൻ പറ്റുന്ന ബഹുമതികളൊക്കെയും തന്നെ നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം സമരം ചെയ്തത് എന്തിനു വേണ്ടിയാണോ അതിനെതിരെ തന്നെ ആയിരുന്നു പിന്നീട് പാർട്ടി നിലകൊണ്ടതും. അതൊക്കെയും തന്നെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇന്നലെ കേരളം ഏറ്റവും കൂടുതൽ ആരുടെ മരണത്തിലാണ് വേദനിച്ചത്? പലതരത്തിലുള്ള കമൻസുകൾ, ആളുകളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് നോക്കാം. കൂടുതലായി കാണപ്പെട്ട കമൻസുകൾ ഇങ്ങനെയായിരുന്നു: അർജുൻ, നീ ജീവനോടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. മറ്റൊരാള് പകർത്തിയത് ഇങ്ങനെ: ഞങ്ങളെ എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തിയാണല്ലോ മോനെ നീ പോയത്, എത്രയോ ദൂരെ ആയിരുന്നിട്ടും നിന്നെ ഒരിക്കൽ പോലും കാണാൻ കഴിയാതിരുന്നിട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലും. പിന്നൊരാൾ എഴുതിയത് ഇങ്ങനെ: ഒന്നും എഴുതാൻ വയ്യ, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ സഹോദരനായി നീ ജനിക്കണേ അർജുൻ. അങ്ങനെ പലതരത്തിലുള്ള വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന ഒരുപാട് കമൻസുകൾ കൊണ്ട് നിറയുന്നു. അവൻ്റെ മുഖം കാണുന്ന വീഡിയോസിന് പോലും ആളുകൾ ഒരുപാട് ലൈക്കും കമൻസും ഷെയറും ഒക്കെയും തന്നെ നൽകുന്നു. അവനെ അത്രത്തോളം കേരളക്കര സ്നേഹിക്കുന്നു. രണ്ടാമത്തെ മരണമായ നമ്മുടെ സ്വന്തം സഖാവ് പുഷ്പൻ്റെ മരണം. ഒരു പക്ഷേ പുഷ്പൻ്റെ മരണം സ്ഥിരീകരിക്കുകയും അതനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്ററുകളൊക്കെയും തന്നെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിന് താഴെ വന്ന കമൻസുകൾ പലതും ഇങ്ങനെയായിരുന്നു: വെറുതെ കളഞ്ഞില്ലേ പുഷ്പ നിന്റെ ജീവിതം, നിങ്ങൾ ഏത് കോളേജിനെതിരെയാണോ സമരം ചെയ്തത് ആ കോളേജിൻ്റെ പ്രൊഫസർമാരായി ഇപ്പോഴുള്ളത് സഖാക്കന്മാരുടെ ഭാര്യമാരും. പിന്നൊരാളിട്ടത് ഇങ്ങനെ: നേതാക്കളുടെ മക്കൾ യൂറോപ്പിൽ, പുഷ്പൻ പട്ടടയിൽ. പിന്നൊരാൾ എഴുതിയത് ഇങ്ങനെ: ഈ ജീവിതം ഒരു പാഠമാണ്, ഒരു കാര്യവുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി വെട്ടാനും കുത്താനും ഇറങ്ങിയാൽ ഇങ്ങനെ നരകിച്ച് മരിക്കേണ്ടി വരും. പിന്നൊരാൾ എഴുതിയത് ഇങ്ങനെ: വെറുതെ പാഴായിപ്പോയ ഒരു ജന്മം, കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പാർട്ടിയെ കൂടി തെക്കോട്ടെടുക്കുന്നതും കൂടി കണ്ടിട്ട് പോവാമായിരുന്നു എന്നാണ്. ഒരു പക്ഷേ അതിനടിയിൽ അതിന് റീപ്ലേ എന്ന രീതിയിൽ ഒരാൾ ഇട്ടിരിക്കുന്ന കമൻസ് ഇങ്ങനെയാണ്: ശവത്തിൽ കുത്തല്ലേ മോനെ എന്ന്. അതായത് ആളുകൾക്കൊക്കെയും തന്നെ പുഷ്പൻ്റെ മരണം ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്കും ഒരു തരത്തിലുള്ള വിഷമവും നൽകാൻ സാധിച്ചില്ല. അതിലുപരി ഒന്നുമില്ലാതെ ജീവനും ജീവിതവും തന്നെ നഷ്ടപ്പെടുത്തിയവൻ എന്ന രീതിയിലുള്ള സഹതാപം മാത്രം. പിന്നൊരാൾ എഴുതിയ കമൻസ് ഇങ്ങനെ: നാടിനോ സമൂഹത്തിനോ എന്തിന്, ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനോ കുടുംബത്തിനോ പോലും ഒരു സംഭാവനയും ഉപകാരവും നൽകിയ മഹത്തമുള്ള ആളല്ല. അന്ന് വെടിയേറ്റ് വീണില്ലായിരുന്നുവെങ്കിൽ CPM നടത്തിയ പല പാർട്ടി കൊലപാതക കേസിലും പ്രതികളിൽ ഒരാളായി ഇദ്ദേഹം ഉണ്ടായേനെ. ഒരുപാട് മനുഷ്യജീവനുകൾ കൊത്തിവലിക്കുന്ന കഴുകന്മാരുടെ കൂട്ടത്തിൽ ഒരാളായി എന്ന് കരുതാതെ ഇരിക്കാനും വകയില്ല. എന്നാൽ രാഷ്ട്രീയ അടിമകളായാലുള്ള ഭവിഷ്യത്ത് പൊതുസമൂഹത്തെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് സാധിച്ചു. നേതാക്കന്മാർക്ക് വേണ്ടി എടുത്തുചാടി ജീവിതം നഷ്ടമായ, ദുരിത ജീവിതം നയിച്ച ഒരു സാധു മനുഷ്യൻ മരണപ്പെട്ടു എന്ന നിലയിൽ ആദരാഞ്ജലികൾ. അങ്ങനെ പലതരത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതും അദ്ദേഹത്തോട് സഹതാപം തോന്നിപ്പിക്കുന്നതുമായ കമൻസുകളൊക്കെയുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട പോസ്റ്ററിന് താഴെ അതല്ലെങ്കിൽ വീഡിയോസിന് താഴെ വന്നിരുന്നത്. കൂടുതൽ ആളുകളും നന്നായിപ്പോയി എന്ന രീതിയിലും സംസാരിച്ചു. ഒരുപാട് ആളുകൾ പറഞ്ഞത് ഇത് തന്നെ, പാഴായിപ്പോയ ജന്മം എന്ന്. എന്ത് തന്നെയായാലും സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളെ കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും. അതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കേരള ജനത എന്നും തന്നെ അംഗീകരിക്കും. പക്ഷേ ഇതുപോലെ ആർക്കും ഉപകാരമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്ത് മുമ്പോട്ട് പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്താൽ ആളുകൾ നിങ്ങൾക്ക് നൽകുന്ന വില ഇതൊക്കെയും തന്നെ കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും.
ഇപ്പോൾ പഴയ കാലമല്ല, സ്വതന്ത്രം നിഷേധിക്കപ്പെട്ട ഒരു ജനതയല്ല കേരളത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ നേതാക്കന്മാരുടെയോ അതല്ലെങ്കിൽ പാർട്ടിയുടെയോ വാക്കു കേട്ട് സ്വന്തം ജീവിതം കളഞ്ഞ് ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും ഇതുപോലെ പോവുകയും ചെയ്തിട്ട് അവസാനം എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാൾ പോലും നിങ്ങളെ ബഹുമാനത്തോടെ കാണുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു ഇതൊക്കെയും തന്നെ. ഒരുപക്ഷെ കേരളത്തിനും ഇന്ത്യക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് മഹാത്മാക്കളുടെ പേരുകളൊക്കെയും തന്നെ നമ്മൾ ബഹുമാനത്തോടെ തന്നെയാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സമരത്തിൽ പോവുകയും മരണപ്പെടുകയും ചെയ്താൽ ആരും തന്നെ പിന്നീട് അവരെ ഇതുപോലെ ബഹുമാനത്തോടെ ആയിരിക്കില്ല ഓർക്കുന്നത്. അവർക്ക് വേണ്ടി അവരുടെ പാർട്ടി ചിലപ്പോൾ അതിനെ ഓർക്കുകയോ ചിന്തിക്കുകയോ ചെയ്തേക്കാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ പലപ്പോഴും ഇതുപോലെ പരിഹാസമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ജീവിക്കുക. കാരണം കേരളത്തിന് വേണ്ടി ജീവിക്കേണ്ട ആവശ്യം ഇപ്പോൾ കേരളത്തിലില്ല. ഇവിടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരുന്നുള്ളൂ. മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും, അതിനുശേഷം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്ന ചിന്തയല്ലാതെ പാർട്ടിയെ വളർത്തുക, മറ്റുള്ളവരെ വളർത്തുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം ഇതുപോലെ കോഞ്ഞാട്ടയാക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പോസ്റ്ററും മറ്റും ഒട്ടിച്ച് കളയാനുള്ളതല്ല നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം.